പലപ്പോഴും പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ലോജിക്കലായിട്ട് നമുക്ക് ഒരുപക്ഷെ കുറച്ച് വിദ്യാഭ്യാസമൊക്കെ കിട്ടുമ്പോൾ പലപ്പോഴും പറ്റുന്നതെന്ന് വെച്ചാൽ വിദ്യാഭ്യാസം മോശമെന്നല്ല, വിദ്യാഭ്യാസം നല്ലതാണ്. പക്ഷേ വിദ്യാഭ്യാസം കൂടുമ്പം പല ആൾക്കാർക്കും പറ്റാറുള്ളത് നമ്മുടെ ലോജിക്കൽ ബ്രെയിൻ സ്ട്രോങ് ആവും. നമ്മളെല്ലാത്തിനും നമ്മൾ ലോജിക്കലായിട്ട് അനലൈസ് ചെയ്യും എല്ലാ കാര്യങ്ങളും. കാരണം നമ്മൾ ബേസ്ഡ് ഓൺ നമ്മുടെ ബ്രെയിനിൽ കൊടുത്തിട്ടുള്ള ഇൻഫർമേഷനെ ബേസ് ചെയ്ത് നമ്മുടെ ബ്രെയിൻ പണിയെടുത്ത് തുടങ്ങും. അതായത് നമ്മൾ ചെറുപ്പകാലം മുതൽ നമ്മുടെ തലച്ചോറിൽ കൊടുത്തിട്ടുള്ള ഇൻഫർമേഷനെ ബേസ് ചെയ്തിട്ടാണ് പലപ്പോഴും ബ്രെയിൻ നമുക്ക് അത് ആലോചനകൾ വരുന്നത്. അപ്പം നമ്മൾ കുറേ കാര്യങ്ങൾ പഠിച്ചെടുക്കും, അല്ലാതെ ലോജിക്ക് നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. പിന്നെ നമ്മൾ എല്ലാ കാര്യങ്ങളും ചിന്തിക്കുന്ന ലോജിക്കലായിട്ടാണ്. ഇവിടെ ദയവ് ചെയ്ത് ലോജിക്കലായിട്ട് ചിന്തിക്കരുത്. ലോകത്ത് അത്ഭുതങ്ങൾ സംഭവിച്ചിട്ടുള്ള ഒരാളും ലോജിക്കലായിട്ട് ചിന്തിച്ചിരുന്നെങ്കിൽ അവരൊന്നും ചെയ്യത്തില്ലായിരുന്നു. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഇന്ത്യക്ക് ഇപ്പോൾ സ്വാതന്ത്ര്യം കിട്ടിയ മഹാത്മാഗാന്ധി അന്ന് ലോജിക്കലായിട്ട് ചിന്തിച്ചിരുന്നെങ്കിൽ നമുക്ക് ഇന്ന് ഈ സ്വാതന്ത്ര്യം കിട്ടുമായിരുന്നു. കാരണം അന്ന് കറണ്ട് കണക്ഷൻ പോലും ഇല്ലാത്ത കാലത്ത്, മൊബൈലോ കറണ്ട് കണക്ഷനോ ഇൻ്റർനെറ്റോ ഇല്ലാത്ത കാലത്ത് ഒരു ഇന്ത്യ മുഴുവൻ, ഒരു രാജ്യം മുഴുവൻ കോർഡിനേറ്റ് ചെയ്ത് ബ്രിട്ടീഷുകാർക്കെതിരെ സമരം നയിക്കണമെന്ന് എങ്ങനെയാണ് ഇത് എന്നെക്കൊണ്ടൊക്കെ സാധിക്കും, ഇത് ആരെക്കൊണ്ടെങ്കിലും സാധിക്കുമോ, എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും എന്ന് ചിന്തിച്ചിരുന്നെങ്കിൽ ഇന്ന് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുമായിരുന്നു തോന്നുന്നുണ്ടോ എന്ന് പറഞ്ഞ പോലെ തന്നെയാണ്. കാരണം ലോജിക്കലായിട്ട് ഒരിക്കലും ചിന്തിക്കരുത്. അത്ഭുതങ്ങൾ സംഭവിച്ചിട്ടുള്ളവർ ആരും ലോജിക്കലായിട്ട് ചിന്തിച്ചിട്ടുള്ള ആൾക്കാരല്ല. ലോജിക്കലായിട്ട് ചിന്തിച്ചാൽ അവർ വീട്ടിൽ ഇരിക്കുകയുള്ളായിരുന്നു. എന്ന് പറയുന്നത് നിങ്ങൾ പല ആൾക്കാരും, നമ്മൾ പോലും പല ആൾക്കാരും ഉപയോഗിക്കുന്ന പല പ്രൊഡക്റ്റും ഉണ്ടാക്കിയിട്ടുള്ളവർ ലോജിക്കലായിട്ട് ചിന്തിച്ചവരല്ല. ലോജിക്കലായിട്ട് ചിന്തിച്ചിരുന്നെങ്കിൽ അവരൊന്നും ആ കമ്പനി ബിൽഡ് ചെയ്തല്ല. അജ്വാൻ്റെ കുട്ടിക്ക എന്ന് പറഞ്ഞ ആൾ, അദ്ദേഹത്തിൻ്റെ സ്റ്റോറി വളരെ ഇൻസ്പയറിങ് സ്റ്റോറിയാണ്. നിങ്ങൾ കേട്ടിട്ടില്ലാത്തവർക്ക് വേണ്ടി ഞാൻ ഒന്നുകൂടെ പറയാം. അദ്ദേഹം വളരെ ലോവർ ലെവലിൽ നിന്ന് വിദ്യാഭ്യാസം ഇല്ല, 4ാം ക്ലാസ്സാണ് അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസം. വീട്ടിൽ സാമ്പത്തികം വളരെ ദുരിതമായിരുന്നു. 150 രൂപ ഒരാഴ്ചയിൽ കിട്ടണം. ആ 150 രൂപ കൊണ്ട് വേണം ഒരാഴ്ച ജീവിക്കാൻ. അങ്ങനെ ഒരാൾ, അവരുടെ ഫാദർ വരുന്ന നോക്കി നിൽക്കും ഇവർ, പല അമ്മയും മക്കളും. ഒരു ദിവസം വരുന്ന ദിവസം വന്നില്ല, വരാൻ താമസിച്ച് ചോദിച്ചപ്പം വീട്ടിൽ ആഹാരം ഉണ്ടാക്കാൻ മേടിക്കാൻ പൈസയില്ല. അദ്ദേഹം പോയി ഒരു കപ്പ പറിച്ച് കൊടുക്കുന്നിടത്ത് പോയി കപ്പ വാങ്ങുന്നു. ആ കപ്പ അവർ പറിച്ച് അദ്ദേഹത്തിൻ്റെ കയ്യിലേക്ക് തൂക്കി കൊടുക്കുന്നു, കയ്യിലേക്ക് വെക്കുന്നു. അത് കയ്യിലേക്ക് കിട്ടിക്കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഉപ്പ വന്നില്ല, അപ്പോൾ ഉപ്പ വന്നിട്ട് ഞാൻ നാളെയോ മറ്റന്നാളോ കൊണ്ട് പൈസ തരാമെന്ന് പറഞ്ഞു. അന്നേരം ആ കൊടുത്തയാൾ നേരെ ആ കെട്ടിയ കയറയിൽ അത് തൂക്കിയെടുത്ത് തിരിച്ചു വെച്ചു. പൈസ ഇല്ലാത്തതുകൊണ്ട് തിരിച്ചു വാങ്ങി. തിരിച്ച് വീട്ടിൽ വന്നപ്പോഴത്തേനും കരഞ്ഞുകൊണ്ട് വീട്ടിൽ വരുമ്പോഴത്തേനും ഉമ്മ പറയും, സാരമില്ല മോനെ, നമുക്ക് എന്തെങ്കിലും, വിശപ്പ് അതിൻ്റെ അത്ര അറിഞ്ഞ ആളാണ്. ആ ലെവലിൽ നിന്ന് തുടങ്ങിയിട്ട് ചെറിയ കപ്പലണ്ടി മേടിച്ച് കൊടുത്ത് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത ആളാണ്. അത് കഴിഞ്ഞ് ഗൾഫിൽ പോയി ആ ഹാർഡ് വർക്ക് ചെയ്ത് ഇന്ന് കോടിക്കണക്കിന് രൂപയുടെ ആസ്തിയുള്ള 3000 എംപ്ലോയീസ് ഉള്ള സ്ഥാപനമായിട്ട് മാറി അജ്വാൻ. നമ്മൾ മനസ്സിലാക്കുക, നമ്മുടെ നാട്ടിൽ നിന്നുണ്ടായ സ്റ്റോറിയാണ്.